അടിയും പൊട്ടും ടോക്സ്. ഗൈസ്, നമ്മുടെ ചാനലാണെങ്കിൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. നമ്മുടെ ഇന്നത്തെ ടോക്ക് എന്ന് വെച്ചാൽ എറണാകുളത്തെ ഫ്ലാറ്റിൽ നിന്ന് ജനിച്ച് ഏതാനും സമയത്തിനുള്ളിൽ തന്നെ ഒരു കുഞ്ഞിനെ ക്രൂരമായി ഒരുപാട് ബുദ്ധിമുട്ടിച്ചതിന് ശേഷം, കൊല്ലാൻ ശ്രമിച്ചതിന് ശേഷം ഫ്ളാറ്റിൽ നിന്നും താഴത്തേക്ക് കവറിൽ പൊതിഞ്ഞ് വലിച്ച റോഡിലേക്ക് എറിഞ്ഞ അതിക്രൂരമായ നാടിനെ ഞെട്ടിച്ച സംഭവം നമ്മുടെ ആരുടെയും മനസ്സിൽ നിന്ന് പോയിട്ടുണ്ടാവില്ല അല്ലെ? പക്ഷെ ഏത് ഫ്ളാറ്റിൽ നിന്നാണ് ഇത് വീണത്, ആരാണ്, ഏത് വീട്ടുകാരാണ്, ആരാണ് ഇത് ചെയ്ത പെൺകുട്ടി എന്നെല്ലാം അറിഞ്ഞിട്ട് പോലും പിന്നീട് അങ്ങോട്ട് മാധ്യമങ്ങളിലോ അല്ലെങ്കിൽ കേസിനെ പറ്റിയോ ഒരു വാക്കോ ഒരു ഫോട്ടോയോ ഒരു ഇൻഫോർമേഷനോ ഒന്നും നമ്മൾ ആരും എവിടെയും കാണുകയും കേൾക്കുകയും ചെയ്തില്ല. എന്തുകൊണ്ട്? ഗസ്, അവര് പ്രമുഖരായതുകൊണ്ട് മാത്രം ഈ ഒരു കേസ് മുക്കി തീർക്കാൻ നോക്കുകയാണ് എന്നത് എനിക്ക് അന്നേ ഒരു സംശയം ഉണ്ടായിരുന്നു. അവരുടെ മുഖവും മറ്റു കാര്യങ്ങളും ഒന്നും കാണിക്കാതിരുന്നപ്പോ ഒരു സാധാരണക്കാരൻ ഹെൽമെറ്റ് വെക്കാണ്ട് പുറത്തു പോയാൽ പെറ്റിയടിക്കും. എനിക്കും കിട്ടിയിട്ടുണ്ട് പെറ്റി. അല്ലെങ്കിൽ എന്തെങ്കിലും നിസ്സാര ഒരു കാര്യത്തിന് വീടിന്റെ അകത്ത് കയറി വന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി ലാത്തി ഉരുട്ടുന്നു, തല്ലി കൊന്നിടുന്നു, ഇതൊക്കെ ചെയ്യുന്നത് കാശുകാരുടെ മക്കൾ ഇത്രയും ക്രൂരമായ ഒരു പ്രവൃത്തി ചെയ്ത് തെളിവ് സഹിത കൈയോടെ മിനിറ്റുകൾക്കുള്ളിൽ കണ്ടെത്തുകയും എല്ലാം ചെയ്തു കഴിഞ്ഞിട്ടും ആ ഒരു കൊലയാളിയെ, ആ പിഞ്ചു കുഞ്ഞിന്റെ ജീവന് പോലും ഒരു നീതി നടപ്പിലാക്കാൻ പറ്റാതെ ആ കുഞ്ഞിനെ കവറിലാക്കി റോഡിലേക്ക് വലിച്ചെറിഞ്ഞ ആ പെൺകുട്ടിയെ സംരക്ഷിച്ച് പൊതിഞ്ഞു കൊണ്ടു നടക്കുന്നു നമ്മുടെ പോലീസ് അധികാരികൾ. കാരണം അവളുടെ അച്ഛനമ്മയും ഈ നാട്ടിലെ പ്രമുഖരാണ്, പ്രശസ്തരാണ്. അതെ, അപ്പോ അവരാരെയും നമ്മൾ പിന്നീട് മാധ്യമത്തിൽ കണ്ടില്ല അല്ലെ? എന്നാൽ അവരുടെ പേരും അവരുടെ ഫോട്ടോ സഹിതം നമ്മുടെ മുന്നിൽ ഇപ്പൊ എത്തുകയാണ്. ഹൈക്കോർട്ട് അഭിഭാഷകയായ സംഗീത ലക്ഷ്മണന്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇതിനെല്ലാത്തിനും നമുക്ക് ഉത്തരം തരുന്നത്. എന്തായാലും നമുക്കത് കണ്ടു നോക്കാം. അവരുടെ ഫേസ്ബുക്കിലിട്ട ഒരു കുറിപ്പിലൂടെയാണ് ആ ഞെട്ടിക്കുന്ന വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നത്. അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ്. ചിത്രത്തിൽ കാണുന്നത് കൊച്ചിയിൽ സ്ഥിരതാമസക്കാരായ ഒരു കുടുംബമാണ്. ഫോട്ടോയിൽ ഇടത് കാണുന്നത് കൊച്ചി നഗരത്തിലെ ഒരു പൗരപ്രമുഖനാണ്, വ്യവസായ പ്രമുഖനാണ്, സർവോപരി എഴുത്തുകാരനാണ്. രാജ്യാന്തര ബ്രാൻഡുകളുടെ, പ്രകൃതി സൗഹൃദ കെട്ടിട നിർമ്മാണ സാമഗ്രികളുടെ വിപണന രംഗത്ത് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഡ്രീം മാർക്കറ്റിംഗ് ആൻഡ് കൺസൾട്ടന്റ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറാണ്. കൂടാതെ മാധ്യമരംഗത്ത് ഇദ്ദേഹം ധനം ഓൺലൈൻ എന്ന ബിസിനസ് ന്യൂസ് പോർട്ടലിൽ പതിവായി ലേഖനങ്ങൾ എഴുതി പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. അതുവഴി നാട്ടിലെ പ്രമുഖരായ മാധ്യമ പ്രവർത്തകരുമായി അടുത്ത ബന്ധം പുലർത്തുന്നവരുമാണ്. ചിത്രത്തിൽ നടുവിൽ കാണുന്നതാണ് അഭയകുമാറിന്റെ ഭാര്യ സനിത അഭയകുമാർ. ഒരു മുഴുനീള വീട്ടമ്മയാണ്, ഉത്തമ കുടുംബിനിയാണ്. സനിതയുടെ ഇടതുഭാഗത്തായി നിൽക്കുന്നത് അഭയകുമാറിന്റെയും സനിതയുടെയും ഏക മക്കളാണ് അദിതി അഭയകുമാർ. അറിഞ്ഞത് ശരിയാണെങ്കിൽ ഇവിടെ കൊച്ചിയിൽ ചിന്മയ കോളേജിൽ MSc സൈക്കോളജി വിദ്യാർത്ഥിനിയാണ്. എറണാകുളം ടൗൺ സൗത്ത് പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ക്രൈം നമ്പർ 520/2024 എന്ന കേസിലെ ഏക പ്രതിയാണിവർ. ഇവർക്ക് മേൽ ചാർത്തിയിരിക്കുന്ന S302 IPC എന്ന കുറ്റകൃത്യമാണ്, അതായത് കൊലക്കുറ്റം. കൊലപാതക കേസിലെ പ്രതിയാണ് ഈ അദിതി അഭയകുമാർ. ഇക്കഴിഞ്ഞ 3/5/2024 തീയതിയിൽ വെളുപ്പിനെ 5 മണി അടുപ്പിച്ച നേരത്ത് ഇവർ സ്വന്തം വീട്ടിലെ സ്വന്തം ബാത്റൂമിലെ യൂറോപ്യൻ ക്ലോസറ്റിലേക്ക് ഒരു ആൺകുഞ്ഞിനെ പ്രസവിച്ചിടുന്നു. പേറ്റുനോവറിഞ്ഞ് നൊന്തുപെറ്റ ശേഷം ഏതാണ്ട് 3 മണിക്കൂറോളം ആ ചോരക്കുഞ്ഞിനെ പല രീതിയിൽ ആക്രമിച്ച് അവശനാക്കിയിട്ട് കവറിൽ പൊതിഞ്ഞ് പൊതുവഴിയിലേക്ക് എടുത്തെറിയുന്നു. അതെ, ഇതാണ് ആ അമ്മ. കഴിഞ്ഞ 14 ദിവസങ്ങളായി കൊച്ചി സിറ്റി പോലീസും നാട്ടിലെ മാധ്യമക്കാരും ചേർന്ന് പൊതിഞ്ഞു പിടിച്ച കൊലക്കേസ് പ്രതി. കൊച്ചി DCP IGP ശ്യാം സുന്ദറിന്റെ നേതൃത്വത്തിലാണ് ഈ അഭയകുമാറിന്റെ മകളെ രക്ഷപ്പെടുത്തിയെടുക്കാനുള്ള പ്രവൃത്തികൾ നടക്കുന്നത്. എറണാകുളം സബ് ഡിവിഷൻ ACP രാജ്കുമാറാണ് മേൽനോട്ടവും ഏകോപനവും. ഇങ്ങനെയാണ് ആ പോസ്റ്റിന്റെ ചുരുക്കരൂപം. ഇതിൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ആ പിഞ്ചു കുഞ്ഞിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അട്ടിമറിക്കാനുള്ള ശ്രമമാണ് അണിയറയിൽ നടക്കുന്നത്. ജനിച്ചു വീണ ആ പിഞ്ചോമനയ്ക്ക് ഒന്ന് മുലപ്പാൽ നുണയാനോ കണ്ണു തുറന്ന് ഈ ലോകമൊന്ന് കാണുവാനോ പോലും യോഗമുണ്ടായില്ല. അല്ല, അതിന് ആ അമ്മ തന്നെ അനുവദിച്ചില്ല. ഇപ്പോൾ അതിന് കിട്ടേണ്ട നീതിയും അട്ടിമറിക്കുമ്പോൾ ചോദ്യചിഹ്നമാകുന്നത് നീതി നടപ്പാവുന്നത് സമ്പത്തിന്റെ മാനദണ്ഡത്തിലാണോ എന്നാണ്. നമ്മൾ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് അഡ്വക്കേറ്റിന്റെ നമ്മൾ കണ്ടു അല്ലെ? അവരെ പോലീസുകാർക്ക് അന്ന് തന്നെ അവിടുത്തെ നാട്ടുകാർക്കും പോലീസുകാർക്കും എല്ലാവർക്കും ഇതാരാണ്, ഏത് ഫ്ലാറ്റിൽ നിന്നാണ് വിത്തിൻ സെക്കൻഡ് ആ കുഞ്ഞിനെ കവർ ചെയ്തിട്ട ആ കവറിലെ ആ ഒരു ഓൺലൈൻ ഒരു ഫ്ലിപ്കാർട്ടിന്റെ അങ്ങനെ എന്തോ ഇതിൽ ആമസോണിന്റെ എന്തോ ഒരു അഡ്രസ്സിൽ നിന്ന് തന്നെ അവരുടെ അഡ്രസ് കണ്ടുപിടിച്ചു. ഇത് ഇത്ര 5th ഫ്ലോറിലെ ഇന്ന ഫാമിലിയിലാണ്, ഇന്ന ആളാണെന്നൊക്കെ കൈയോടെ അമ്മ എന്നെ കണ്ട കാര്യം നമ്മൾ മീഡിയയിൽ കണ്ടാണ്.
ഒരു ഫോട്ടോ, ആ പെൺകുട്ടിയുടെ ഒരു ഫോട്ടോയോ ആ വീട്ടുകാരുടെ ഫോട്ടോയോ ഇതുവരെയും കണ്ടിച്ചില്ല. ഇപ്പൊ ബാക്കി ഒരുപാട് കാര്യങ്ങൾ മീഡിയയില് ഒരുപാട് പേരുടെ കാര്യങ്ങൾ എന്നെ വലിച്ചു നീട്ടി കാണിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഈ ഒരു കേസ് ഉണ്ടായിട്ട് കുറച്ച് ദിവസമേ ആയിട്ടുള്ളൂ. എന്തുകൊണ്ട് കാണിച്ചില്ല? വലിച്ചെറിഞ്ഞ് പൈസ ചെലവാക്കാൻ ആളുണ്ട്. പ്രമുഖനാണ് ഇദ്ദേഹത്തിന്റെ ഭാര്യ ഒരു വീട്ടമ്മയാണ്. ഈ മകള് ഒരു സ്റ്റുഡന്റ് ആണ്, കൊച്ചിയിലാണ് പഠിക്കുന്നത്. അപ്പൊ ഇത്രയും വലിയൊരു ക്രൈം ഒരു കുഞ്ഞിനോട്, അതും പ്രസവിച്ച് ടോയ്ലറ്റിലേക്ക് പ്രസവിച്ച് അതിനെ എടുത്ത് ഉപദ്രവിക്കാവുന്നതിന്റെ അങ്ങേയറ്റം കൊല്ലാനുള്ള ശ്രമങ്ങളെല്ലാം നടത്തി അത് കൊന്നതിന് ശേഷമാണ് ഇത് വലിച്ചെറിഞ്ഞ് താഴ്ത്തിക്ക് എറിഞ്ഞത്. എന്നിട്ട് ആ കുഞ്ഞിനോടുള്ള ഒരു നീതി പോലും ഇത്രയധികം പോലീസുകാരും അവിടെ അടുത്തുള്ളവരും എല്ലാവരും ഉണ്ടായിട്ടും ഈ പെൺകുട്ടിയെ പൊതിഞ്ഞ് സംരക്ഷിച്ച് പുറം ലോകം അറിയിക്കാതെ ഈ ഒരു കേസ് ഒതുക്കി തീർക്കാൻ തീർക്കുന്നത് എന്തുകൊണ്ടാണ്? ഇതൊക്കെയാണോ നമ്മുടെ നാട്ടിലെ നീതി, ന്യായം, കോടതി, നിയമങ്ങള്? നമ്മൾ ആരെയാണ് വിശ്വസിച്ച് ഒരു കാര്യത്തിന് ചെല്ലേണ്ടത്? ഒരു നിയമത്തിന്റെ വഴിക്ക് നമ്മൾ ഇത് നിയമം നടപ്പിലാക്കേണ്ടവർ തന്നെ ഇങ്ങനെ ആയി കഴിഞ്ഞാൽ എന്താ അവസ്ഥ? കാശില്ലാത്തവർക്ക് ഒരു നിയമം, കാശുള്ളവർക്ക് വേറെ ഒരു നിയമം. ഇതൊക്കെ ശരിയാണോ ഗൈസ്? അല്ലെ? ഇനിയിപ്പോ ഫോട്ടോ സഹിതം എല്ലാ കാര്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ഇനി പോലീസുകാർ അവരവരുടെ ഡ്യൂട്ടി ചെയ്തില്ലെങ്കിൽ മാധ്യമങ്ങള് ഇത് ഏറ്റെടുത്ത് വേണ്ട രീതിയിലുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കും. എന്തായാലും ആ പെൺകുട്ടിക്ക് തക്കതായ ശിക്ഷ തന്നെ കൊടുക്കണം, ഏത് കൊമ്പത്തെ മോളായാലും ശരി. അപ്പൊ അടുത്ത നല്ലൊരു ടോക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. താടിയും പൊട്ടും ടോക്സ്. ബൈ.